പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണമെന്നുള്ള ബേബി ചായൻ്റെ മാർഗ്ഗനിർദ്ദേശം ഞാൻ എപ്പോഴും ശിരസാവരിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമ്മയ്ക്ക് ചെറിയൊരു മേക്ക് ഓവറിനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ മേക്ക് ഓവറിൻ്റെ ഡേ 2 ആണ്. ഇത് ഹെയർ വാഷ് ഡേ ആണ് കേട്ടോ. ഹെയർ വാഷൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എൻ്റെ ജിസ്മോൾന്ന് നോക്കട്ടെ. ആരത്? എൻ്റെ സുന്ദരിക്കോതയുടെ മുൻപത്തെ രൂപം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. കുറേ കാലമായി പറയുന്നത് എനിക്ക് മുടി വീണ്ടും സ്ട്രെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഡേ 1 ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ജിസ്മോൾ പേടിച്ചരണ്ടാണ് ഇറങ്ങി വന്നത് എൻ്റെ മുടി മൊത്തം പോയത് പറഞ്ഞുകൊണ്ട്. ബട്ട് എനിവേസ് ആഫ്റ്റർ വാഷ് ഷീ ഈസ് ഹാപ്പി ആൻഡ് വി ആർ ഓൾസോ ഹാപ്പി ഫോർ ഹർ. നോക്ക് എന്തൊരു സന്തോഷമാണ് എൻ്റെ ജിസ്മോളുടെ മുഖത്തുനിന്ന്. ഞങ്ങൾ പൊതുവേ അങ്ങനെ ഒരു അമ്മ മകൾ ബന്ധത്തിനേലും ചേച്ചി അനിയത്തി ബന്ധമാണുള്ളത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പണ്ട് പറയുമായിരുന്നു എൻ്റെ അച്ഛന് 2 പെൺമക്കളാണ് എന്ന്. അതുപോലെ ഇല്ലേ, എന്താ ലുക്ക് 2 എണ്ണവും അല്ലേ? കണ്ട എൻ്റെ അപ്പനും അമ്മയൊന്ന് പറയുമോ? അപ്പോൾ എന്തായാലും ജിസ്മോളുടെ ആ സന്തോഷത്തിന് ശേഷം ഒരു 1.5 മണിക്കൂർ ബ്ലോക്കിൽ കിടന്ന് ഞങ്ങൾ എത്തിപ്പെട്ടത് അൽസാജിലാണ്. അച്ഛന് പെട്ടെന്ന് എല്ലും കപ്പയും കഴിക്കാൻ തോന്നി. പക്ഷേ അവിടെ എത്തിയ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം അവിടെ എല്ലും കപ്പയും ഇല്ല, മറിച്ച് പാൽക്കപ്പയും ബീഫ് റിബുമാണ് ഉള്ളത്. അതാണെങ്കിൽ അച്ഛന് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഒരു വെറൈറ്റിക്ക് അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്തു. ഓക്കെ ആയിരുന്നു കേട്ടോ, ഫുഡൊക്കെ നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് അൽസാജിലെ ആ ഒരു സർവീസ് തീരെ ഇഷ്ടമല്ല. എന്തായാലും ഭക്ഷണത്തിന് ടേസ്റ്റൊക്കെ ഉണ്ടായി. പക്ഷെ നമ്മൾ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ പോലെയാണ് അവിടെ പോയാലിരിക്കുക. ആരും നമ്മൾ മൈൻഡാക്കാനൊന്നും ഉണ്ടാവില്ല. എനിവേസ് ദാറ്റ് വാസ് എ ഗുഡ് ഡേ. ആൻഡ് ഇതായിരുന്നു ജിസ്മോളുടെ മുന്നത്തെ രൂപം. ഡേ 1 ഇതൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഉണ്ടായിരുന്നത്. ആൻഡ് ദിസ് ഇസ് ഹൗ ഷീ ലുക്സ് നൗ. സുന്ദരിയായിട്ടില്ലേ?